എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം ഫിനസ്ട്രൈഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റിനെ പറ്റിയാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് എന്തുകൊണ്ട് ഫിനസ്ട്രൈഡ് കൊടുക്കുന്നില്ല? ഞങ്ങൾ ഫിനസ്ട്രൈഡ് ടാബ്ലറ്റ്സ് ആർക്കും എഴുതി കൊടുക്കാറില്ല. അതിൻ്റെ കാരണം ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതുമാത്രമല്ല, ഫിനസ്ട്രൈഡ് നമ്മൾ സൊല്യൂഷനായിട്ട് ബ്രിൻഡോപെഫ് എന്ന് പറഞ്ഞ സൊല്യൂഷനാണ് ഞങ്ങൾ യൂഷ്വലി കൊടുക്കാറ്. അതിൻ്റെ മിനോക്സിൽ പ്ലസ് ഫിനസ്ട്രൈഡ് കോമ്പിനേഷനാണ്. അത് കൊടുക്കുമ്പോൾ അതിൽ വളരെ അളവ് കുറവായതുകൊണ്ടും അത് വലിയ പ്രശ്നങ്ങളൊന്നും യാതൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ടും നമ്മൾ അത് കൊടുക്കാറുണ്ട്. ഏത് സൊല്യൂഷനായിട്ട് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊടുക്കാറുണ്ട്. പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് ഓറലി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും നമ്മൾ ഫിനസ്ട്രൈഡിൻ്റെ ടാബ്ലറ്റ്സ് കൊടുക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഫിനസ്ട്രൈഡ് ഡെയിലി കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫിനസ്ട്രൈഡ് യൂഷ്വലി യൂസ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ PSA ആൻറ്റിജൻ എന്ന് പറഞ്ഞ സാധനം ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ PSA ആൻറ്റിജൻ എന്ന് പറഞ്ഞ സാധനം ഫിനസ്ട്രൈഡ് കഴിക്കുമ്പോൾ യൂഷ്വലി കുറയാറാണ് പതിവ്, മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങൾക്ക് ഫിനസ്ട്രൈഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ഈ ആൻറ്റിജൻ PSA ആൻറ്റിജൻ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസറിലോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ബെനൈൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതായത് നമ്മുടെ എന്താ പറയുക, പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറാണ്. അത് ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. അതിൻ്റെ ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. യൂഷ്വലി ഇത് കഴിക്കുമ്പോൾ PSA എന്ന് പറഞ്ഞ ആൻറ്റിജൻ, അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ആണത്. അത് യൂഷ്വലി കുറവായിരിക്കും. പക്ഷെ അത് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ടെസ്റ്റ് നടത്തണം. ക്യാൻസറിൻ്റെ ചാൻസ് ഉണ്ടോ, പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിൻ്റെ ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്തത് എന്താ പറയുക വെച്ചാൽ, യൂഷ്വലി നമ്മൾ മുടി ഒഴിച്ചിലിന് മാത്രമല്ല ഫിനസ്ട്രൈഡ് യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യാറ്. അതിന് പുറമെ നമ്മൾ ബെനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന BPH, അതായത് യൂഷ്വലി ആണുങ്ങൾക്ക് പ്രായമാകുമ്പോൾ അവർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കൂടുതൽ വളരാൻ തുടങ്ങും, അതായത് സൈസ് വയ്ക്കും. പക്ഷേ ചില ആളുകളിൽ ചെറുപ്പമാകുമ്പോൾ തന്നെ അവർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരെ കൂടുതൽ ഭയങ്കരമായിട്ട് വലുതായിട്ട് അവർ യൂറിനെ മീൻസ് നമ്മളെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി യൂറിനറി ബ്ലാഡറിൻ്റെ ഒക്കെ അടുത്താണ് നിൽക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകുമ്പോൾ അത് യൂറിനെ പുറത്തോട്ട് വിടുന്നതിന് വരെ എന്താ പറയുക, തടസ്സം ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബെറ്റർ യൂറിനേഷന് വേണ്ടിയിട്ടും ബ്ലാഡർ ഒഴിക്കാൻ വേണ്ടിയിട്ടും കംപ്ലീറ്റ് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടും ഈ വീക്കം വന്ന പ്രോസ്റ്റേറ്റിനെ നമ്മൾ കുറയ്ക്കും, മീൻസ് സൈസ് കുറയ്ക്കണം. അത് ഈ PSA ആൻറ്റിജൻ കുറച്ചിട്ടാണ് ചെയ്യാറ്. അതിനാണ് നമ്മൾ ഈ ഫിനസ്ട്രൈഡ് വേറൊരു കേസിൽ യൂസ് ചെയ്യാറ്, മുടീൻ്റെ കേസ് അല്ലാതെ, മനസ്സിലായോ? അപ്പോൾ ഈ സംഭവത്തിന് യൂസ് ചെയ്യുമ്പോൾ PSA ആൻറ്റിജൻ യൂഷ്വലി കുറയും. പക്ഷേ ഇൻ കേസ് അത് കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാനും അല്ലെങ്കിൽ ഓൺഗോയിങ് ക്യാൻസർ ഉണ്ട് എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. പിന്നെ ഫിനസ്ട്രൈഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് യൂഷ്വലി എന്താ ചെയ്യുക, നമ്മളെ ശരീരത്തിൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുമ്പോഴാണ് ബാൽഡ്നെസ് അല്ലെങ്കിൽ എന്താ പറയുക മെയിൽ പാറ്റേൺ ബാൽഡ്നെസ് ഇൻക്രീസ് ചെയ്യുന്നത്, മുടി കൊഴിച്ചിൽ കൂടുക. അപ്പോൾ ഈ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ആവാതെ നോക്കണം. യൂഷ്വലി നമ്മുടെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്ററോൺ 5-ആൽഫ റിഡക്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈംസ് വഴി ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണായി മാറും. അപ്പോൾ അത് ആവാതെ ഇരുന്ന മുടിയൊഴിച്ചിലും ബാൽഡ്നെസ്സും തടയാൻ പറ്റും. അപ്പോൾ അതാണ് ഫിനസ്ട്രൈഡ് ചെയ്യുന്നത്. അതായത് 5-ആൽഫ റിഡക്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ഈ കൺവേർഷൻ നടത്തുന്നത്, ടെസ്റ്റോസ്റ്ററോണെ ഡൈഹൈഡ്രോ ആക്കി മാറ്റുന്നത്. ആ കൺവേർഷൻ നടത്തുന്ന എൻസൈം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം നടക്കൂല. അതുവഴി നമുക്ക് ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ബാൽഡ്നെസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കാരണമാണ് ഫിനസ്ട്രൈഡ് മുടിയൊഴിച്ചിലിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളത് കൊടുക്കാറില്ല. കാരണം അതിന് വേറെ സൈഡ് എഫക്ട്സും ഉണ്ട്. ഇതല്ലാതെ എന്താ വെച്ചാൽ സെക്ഷൽ ഡ്രൈവ് കുറയും, അത് നിങ്ങൾക്ക് ഇറക്ഷൻ ഉണ്ടാവില്ല, അത് വേറെ വളരെ ഡിഫിക്കൽട്ടി ഇൻ സെക്ഷൽ മീൻസ് സെക്ഷൽ സെക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഡിഫിക്കൽട്ടി ഉണ്ടാക്കും. അത് വളരെ ഒരു എന്താ പറയുക, സെക്ഷൽ ഡ്രൈവ് ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകും. അതുവഴി ഡിപ്രഷൻ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് കുറച്ച് കാലം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംഭവം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഫീമെയിൽസ് ഈ ഒരു ഇതെടുത്തു എന്നൊക്കെ, ഫീമെയിൽസ് ഇതെടുത്തു കഴിഞ്ഞാൽ അവരെ മുടി ഉള്ളത് കൂടി